ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരോട് വന്യമൃഗങ്ങൾക്ക് തീറ്റ നൽകരുതെന്ന കർശന നിർദ്ദേശം നൽകുന്നുണ്ടെങ്കിലും പാലിക്കപ്പെടുന്നില്ല എന്ന വനംവകുപ്പ്. ഇത്തരം പ്രവൃത്തികൾ വന്യമൃഗങ്ങളുടെ മരണത്തിന് വരെ കാരണമാകുന്നു. തീർത്ഥാടകർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ദോഷമാണ് ഇത്തരം പ്രവൃത്തികളെന്ന് സന്നിധാനം ഡെപ്യൂട്ടി റേഞ്ചർ രാജി രഘുനാഥ് മീഡിയ വണിനോട് പറഞ്ഞു. ഒരു തീർത്ഥാടകൻ എറിഞ്ഞുകൊടുത്ത ഭക്ഷണമാണിത്. പക്ഷേ കുരങ്ങന്റെ കടി പ്ലാസ്റ്റിക്കിലാണ്. ഇത്തരത്തിൽ തീർത്ഥാടകർ നൽകുന്ന ഭക്ഷണങ്ങൾക്കൊപ്പം പലപ്പോഴും പ്ലാസ്റ്റിക്കുകളാണ് വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും അകത്ത് ചെല്ലുന്നത്. തീറ്റ നൽകുന്നത് വന്യമൃഗങ്ങളോട് ചെയ്യുന്ന നന്മയാണെന്ന് കരുതിയാൽ തെറ്റി. അവയോട് ചെയ്യുന്ന ക്രൂരതയാണിത്. കാട്ടിൽ ഇല്ലാത്ത ബിസ്ക്കറ്റും ആപ്പിളും ബ്രെഡുമെല്ലാം മൃഗങ്ങൾക്ക് എറിഞ്ഞു നൽകുമ്പോൾ ആരും ചിന്തിക്കുന്നില്ല. ഇത് തകർക്കുന്നത് അവയുടെ സ്വാഭാവികമായ ഭക്ഷണ രീതിയാണെന്ന്. ഈ കരിങ്കുരങ്ങ്, ഈ നമ്മുടെ മലയണ്ണാൻ, ഇതിൻ്റെയൊക്കെ ഒരു ദഹന വ്യവസ്ഥയുണ്ട്. ഈ ദഹന വ്യവസ്ഥയ്ക്ക് പറ്റിയ ഭക്ഷണമല്ല ഇപ്പോൾ ഈ ഭക്തർ കൊടുക്കുന്നത്. ഇതൊക്കെ കാട്ടിലെ മൃഗങ്ങൾക്ക് കാട്ടിലായ ഒരു ഭക്ഷണ രീതിയുണ്ട്. അപ്പോൾ ആ ഭക്ഷണം കഴിച്ച് ശീലിച്ച മൃഗങ്ങൾക്ക് വേറെ ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ആ മൃഗങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുവരുന്നത് ഈ പ്ലാസ്റ്റിക് കവറിലാണ് ഈ ലൈറ്റായിട്ടുള്ളത്. അപ്പോൾ ഈ കവർ ഉൾപ്പെടെയാണ് മൃഗങ്ങൾ വാങ്ങി അത് കഴിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ഈ കവർ ഉൾപ്പെടെ വിഴുങ്ങി ഈ മൃഗങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ കൊടുക്കുന്ന ഭക്തർക്കും നിറയെ പ്രശ്നങ്ങൾ ഈ ഒരു കാര്യത്തിലുണ്ട്. മൃഗങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമെന്ന് കരുതിയാൽ അല്ല, ഇതിന്റെ പാർശ്വഫലങ്ങൾ മനുഷ്യനും അനുഭവിക്കണം. കാട്ടിലേതായ ഒരു ഭക്ഷണം കഴിച്ച് ശീലിച്ച ജീവികൾ അതിന് ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടിയിട്ട് അത് കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കുമൊക്കെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ തിരിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം, ഇങ്ങനെ മനുഷ്യന് അതായത് ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് പോലെ ആയി മാറേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വന്യമൃഗങ്ങളെ കാണുമ്പോൾ കൗതുകം തോന്നുന്നതിൽ തെറ്റില്ല. എന്നാൽ അവയെ ബുദ്ധിമുട്ടിക്കുന്നതായി മാറരുത് ആ കൗതുകങ്ങൾ. ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറുകളടക്കമാണ് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുമ്പോൾ അവയുടെ അകത്തേക്ക് പോകുന്നത്. ഇത് അവയുടെ മരണത്തിന് പോലും കാരണമാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് തുടർച്ചയായി വനംവകുപ്പ് നിർദ്ദേശം നൽകുന്നത്. ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. സനേജ് കുമാർ വേപ്പൂരിനൊപ്പം അഖിൽ കെ, മീഡിയ വൺ, സന്നിധാനം. എയ്ഡഡ് സംവരണം, ജാതി, സെൻസസ്, ആനുപാതിക പ്രാതിനിധ്യം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി സെക്രട്ടേറിയറ്റ് വളയുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിവരുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഭരണസ്ഥിരാ കേന്ദ്രം വളയുന്നത്. വെൽഫെയർ പാർട്ടി ദേശീയ ട്രഷറർ അത്തീഖ് റഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ സമരത്തിന്റെ ഭാഗമാകും.